വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 മാത്സിൻ്റെ പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ലാസ്റ്റ് ഭാഗവും പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അസേർഷൻ, റീസൺ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം തീർച്ചയായിട്ടും കാണണം, ഇല്ലെങ്കിൽ മനസ്സിലാകാതെ പോവും. മാത്സിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പാർട്ട് 1 പാർട്ട് 2 കണ്ട ശേഷം പാർട്ട് 3 കാണും കേട്ടോ. നമുക്ക് ലെസണിലേക്ക് പോവാം. പാറ്റേൺസ് ഇൻ ഷേപ്സ്. അതർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ബേസിക് പാറ്റേൺസ് ദാറ്റ് ഒക്കർ ഇൻ മാത്തമാറ്റിക്സ് ആർ പാറ്റേൺസ് ഇൻ ഷേപ്സ്. ഇനി ഷേപ്സിൽ ഉള്ള പാറ്റേൺസ് ഏതൊക്കെയാണെന്ന്. ദീസ് ഷേപ്സ് മേ ബി ഇൻ 1, 2 or 3 ഡയമെൻഷൻസ്. അതായത് ഈ ഷേപ്സുകളെല്ലാം ഒന്നുകിൽ 1 ഡയമെൻഷൻ ആവാം, അല്ലെ 2 ഡയമെൻഷൻ ആവാം, അല്ലെ 3 ഡയമെൻഷൻ ആവാം. എന്താണ് 1, 2 and 3 ഡയമെൻഷൻസിൻ്റെ വ്യത്യാസം? 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് ലെങ്ത് മാത്രമേ ഉണ്ടാവൂ. മനസ്സിലായോ? ലെങ്ത് മാത്രമുള്ള ഡയമെൻഷൻസ് ആണ് നമ്മൾ 1 ഡയമെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷേപ്പുകൾക്കാണ് 1 ഡയമെൻഷൻ ഷേപ്പുകൾ എന്ന് പറയുന്നത്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് ലെങ്തും ഉണ്ടാവും, പിന്നെ ബ്രെഡ്ത്തും ഉണ്ടാവും, വീതിയും നീളവും ഉണ്ട്. അതിനെ നമ്മൾ 2 ഡയമെൻഷൻ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി 3 ഡയമെൻഷൻ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്, പിന്നെ ബ്രെഡ്ത്ത്, പിന്നെ ഹൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ തിക്നെസ്. നമ്മൾ നേരെ കാണുന്നത് ഇപ്പോൾ ഈ നമ്മുടെ മുന്നിലുള്ള ടെക്സ്റ്റ് ബുക്ക്, പെൻസിൽ ബോക്സ്, ഇതെല്ലാം 3D ഷേപ്പുകളാണ്. അതിന് ലെങ്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്, ഒരു ഇച്ചിരി ഹൈറ്റും ഉണ്ട്, അല്ലേ? ചെറിയൊരു തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റും ഉണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ 3 ഡയമെൻഷൻ ഷേപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ മുന്നിലുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും 3 ഡയമെൻഷൻ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. The branch of mathematics that studied patterns in shapes is called geometry. ഈ ഷേപ്പിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ മാത്സിൽ ജോമെട്രി എന്ന് പറയുന്നത്, അല്ലെ ജാമിതീയ രൂപങ്ങളെ കുറിച്ചുള്ള പഠനം. Shape sequence is one important type of shape pattern that mathematics study. Table 3 shows the few key shapes. നോക്കിയാൽ ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിനകത്തിൽ നമുക്ക് കുറച്ച് ഷേപ്സിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ ഷേപ്സിൻ്റെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾ നോക്കണം, ഇതിപ്പം 3 സൈഡഡ് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. അതിന് നമ്മൾ പറയുന്ന പേര് ട്രയാങ്കിൾ എന്ന്. ഇപ്പോൾ 3 ഡയമെൻഷൻ്റെ ഇത് 3 ആണ്, സൈഡിൻ്റെ എണ്ണം 3 ആണ്, ഇതിൻ്റെ സൈഡിൻ്റെ എണ്ണം എത്രയാണ്? 4. ഇത് എണ്ണി നോക്കിയാൽ മതി. 5, ഇത് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ ഇത് 6 സൈഡ്സ് ഉണ്ട്, ഇതിന് 7 സൈഡ്സ് ഉണ്ട്, ഇതിന് 8, 9, 10. നോക്കി, ഇപ്പം ഇതൊരു പാറ്റേൺ പോലായി, അല്ലേ? നമ്മൾ നമ്പർ സീക്വൻസ് പഠിച്ച പോലെ ആയില്ലേ? 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറയുന്ന കൗണ്ടിങ് നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 3, അല്ലേ? ആ ഒരു സീക്വൻസിലേക്ക് മാറി. ഈ പോളിഗൺസ്, ഇങ്ങനെയുള്ള ഷേപ്സിന് നമ്മൾ പറയുന്നത് പോളിഗൺസ് എന്നാണ്. അതായത് ഈ ട്രയാങ്കിള് അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്, അതായത് സ്ക്വയർ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നോണഗൺ ആൻഡ് ഡെക്കാഗൺ. ഇനിയുണ്ട് അങ്ങോട്ടെ. അപ്പോൾ ഈ റെഗുലർ പോളിയൻ, ഈ റെഗുലർ എന്ന വാക്കിനൊരു പ്രത്യേകതയുണ്ട്. റെഗുലർ പോളിയൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ 3, ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 സൈഡഡ് ക്ലോസ്ഡ് ഫിഗറിനെ നമ്മൾ ക്ലോസ്ഡ് ആയിരിക്കണം, സൈഡ് മാത്രമല്ല, അത് ക്ലോസ്ഡ് ഫിഗർ ആണെങ്കിൽ മാത്രമാണ് നമുക്കതിനെ ട്രയാങ്കിൾ എന്ന്. അങ്ങനെ ഓരോന്നും ക്വാഡ്രില എല്ലാം ക്ലോസ്ഡ് ഫിഗേഴ്സാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും ആംഗിൾസ് ഉണ്ടാവും. എന്താണ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ ആ ആംഗിൾസ് അല്ലെങ്കിൽ കോർണർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂലകളുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കണ്ട ട്രയാങ്കിളിന് 3 മൂലകൾ, 1, 2, 3. അടുത്തത് ക്വാഡ്രിലാറ്ററൽ വരുമ്പോൾ നോക്കിയേ, 1, 2, 3, 4. അപ്പോൾ എത്ര സൈഡാണോ ഉള്ളത് അത്രയും കോർണറുകളും ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും എന്തുണ്ട്? എത്ര സൈഡുണ്ടോ അത്രയും കോർണേഴ്സും ഉണ്ട്. ഇനി ആംഗിൾസ് അല്ലെങ്കിൽ കോർണേഴ്സ് എന്ന് ഞാൻ പറഞ്ഞത്, ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടോ ഞാൻ പറയാം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ 3 സൈഡ് ഉണ്ടെന്നതിന്. അപ്പോൾ ഈ 2 സൈഡുകൾ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗത്ത്, അതായത് കോർണറിൽ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ,
ഈ ഒരു അകലം നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. കോണുകൾ എന്ന് പറഞ്ഞാൽ കോൺ അളവുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ കോർണർ അല്ലെങ്കിൽ ആംഗിൾസ് അതും പിന്നെന്താ ഇതിൻ്റെ സൈഡും എത്ര സൈഡുണ്ടോ അത്രയും കോർണേഴ്സും അതിനുണ്ട്. അപ്പോൾ ഇതൊരു റെഗുലർ പോളിഗൺ ആണ്. ഓരോന്നിനും അങ്ങനെയാണ്. ഓരോ ഷേപ്പിനും അങ്ങനെയാണ്. എത്ര സൈഡുണ്ടോ അത്രയും കോർണേഴ്സ് അല്ലെങ്കിൽ ആംഗിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. റെഗുലർ പോളിഗൺ ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ. ദ നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസസ് വൺ അറ്റ് എ ടൈം. അതായത് ഓരോന്ന് വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. ഹെൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് നമ്പർ ഓഫ് സീക്വൻസ് സ്റ്റാർട്ടിങ് ഫ്രം 3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അടുത്ത നോക്കിയാൽ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നതിനതിൽ ലൈൻസ് ആണ് എണ്ണുന്നത് നമ്മൾ. ഇവിടെ ഒരു ലൈനുണ്ട്, ഇവിടെ 3. ഇവിടെ എത്ര ലൈൻ ഉണ്ടെന്ന് പറയുമ്പോൾ 1 2 3 4 5 6. എത്ര ഉണ്ട്? 6 ലൈൻസ് ഉണ്ട്. അടുത്തത് നോക്കിയേ, അടുത്തതിൽ 1 2 3 4 5 6 7 8 9 10 അല്ലേ? അപ്പം ഇങ്ങനെ ഓരോ ഇതിനും നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് കൂടും. അപ്പം ഇവിടെ K1 K2 മുതലാണ് നമുക്ക് തന്നിരിക്കുന്നത്. K2 എന്ന് പറയുന്നതിന് 1 ലൈൻ, K3 3, K4 6, K5 10, K6 15. നോക്കിയേ നമ്പർ സീരീസ് എങ്ങനെ തുടങ്ങിയിരിക്കുന്നത്? 1 3 6 10 15. ഇത് ഏത് നമ്പർ സീരീസ് ആണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്പർ സീക്വൻസ്. യെസ്, ട്രയാങ്കുലർ നമ്പർ സീക്വൻസ്. ഇതാ ഞാൻ ആദ്യമേ പറയാം, നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്പർ സീക്വൻസ് കണ്ടാൽ അത് ട്രയാങ്കുലർ നമ്പർ സീക്വൻസ് ആണെന്ന് മനസ്സിലാവണം. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോക്കി, ഇനി ഇതിൻ്റെ എല്ലാം അടുത്ത ഷേപ്പ് വരയ്ക്കാനും നമുക്കുണ്ട്. ഇതിപ്പം 10 സൈഡുള്ള ഒരു ഫിഗർ അല്ലേ, 11 സൈഡുള്ള ഫിഗർ നമുക്ക് ഇവിടെ വരയ്ക്കാം. അതുപോലെ ഇവിടെ നമുക്ക് എത്രൻ്റെയാണ് പറഞ്ഞിരുന്നത്? നമ്മൾ 15 വരെ അല്ലേ പറഞ്ഞിരുന്നത് അല്ലേ? 15 വരെ സൈഡ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഫിഗർ 15 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ എത്രയാണോ ആ നമ്പറിൻ്റെ ഫിഗറോട് നമ്മൾ വരയ്ക്കണം. നമ്മൾ അത് വരയ്ക്കുന്നുണ്ട്. ഇനി സ്റ്റാക്കഡ് സ്ക്വയേഴ്സ് ആണ്. സ്റ്റാക്കഡ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയും നമുക്ക് എത്ര സ്ക്വയർ ഉണ്ടെന്ന് എണ്ണുന്നത്. ഇവിടെ ഒരെണ്ണം ഉണ്ട് അല്ലേ, ഇവിടെ 1 2 3 4, ഇവിടെ 4 എണ്ണം. 1 2 3 4 5 6 7 8 9. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അടുത്ത നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 25. അപ്പം നമുക്കിപ്പോൾ എവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? 1 4 9 16 25 എന്ന് പറയുന്നത് സ്ക്വയർ നമ്പർ സീരീസാണ്. ഇതിൻ്റെയും നമുക്ക് അടുത്ത ഒരു ഫിഗറൂടെ വരയ്ക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ഒരു ഫിഗറൂടെ ഒരു കോളം കൂടി ഇങ്ങനെ വരച്ച് ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം ഇങ്ങനെ നമുക്ക് ഒരു കോളം കൂടെ മുകളിലോട്ട് കിട്ടും. എന്നിട്ട് എണ്ണിയാൽ മതി. കൃത്യമായിട്ട് നമുക്ക് 36 കോളംസ് ഉണ്ടാവും. അതായത് 1 4 9 16 25 എന്ന് പറയുന്ന സ്ക്വയർ നമ്പർ സീരീസാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത നോക്കി, സ്റ്റാക്കഡ് ട്രയാങ്കിൾസ്. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കാം. 1 1 2 3 4, then 1 2 3 4 5 6 7 8 9 അല്ലേ? then 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പം നോക്കി, അടുത്തതും എന്താ 1 4 9 16 25 എന്ന് പറയുന്ന നമ്പർ സീക്വൻസ് കിട്ടി. അതേതാണ്? സ്ക്വയർ നമ്പർ സീക്വൻസ് തന്നെയാണ് വരുന്നത്. ഇതിന് അടുത്ത വരുന്ന 36ൻ്റേത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ സ്നോഫ്ലേക്സ്, അതായത് ഇത് കുറച്ച് നമ്മൾ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫിഗറായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ട്രയാങ്കിളാണ്. 1 2 3 സൈഡ്സ് ഉള്ളത്. അടുത്തത് നമ്മൾ നോക്കിയ 1 2 3 4 5 6 7 8 9 10 11 12 സൈഡ്സ് ഉള്ള ഒരു
ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഈ 3യും 12ഉം തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉള്ളത്? യെസ്, 3 × 4 ആണ് എന്ത്? 12. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അടുത്ത ഫിഗർ കിട്ടി. അപ്പോൾ അതിനടുത്ത ഫിഗർ എന്തു ചെയ്യണം? അടുത്ത നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3, ഇത് 12, അടുത്ത എത്ര വന്നത്? 12 × 4 ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഫിഗർ എങ്ങനെയാണ് കിട്ടുന്നതെന്നൂടെ ഞാൻ പറയാം. ഇതിപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ, ഇതിന് ചെറിയൊരു ബമ്പ് കൊടുക്കുക, ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നത്. നിങ്ങൾ ഓരോന്നും ഈ ഫിഗർ ഓരോന്നും നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ചെറിയൊരു വര, അതിന് ചെറിയൊരു ഹമ്പ്, പിന്നെയും വീണ്ടും ഒരു വര, അതിന് ഒരു ഹമ്പ് ഉണ്ടോ? ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിനും എങ്ങനെയാണ്? ഫസ്റ്റ് ഫിഗർ, ഫസ്റ്റ് നമ്പർ അല്ലേ, ഫസ്റ്റ് ഫിഗറിൻ്റെ സൈഡ്സിൻ്റെ എണ്ണം, സൈഡ്സ് ഇൻറ്റു 4 എന്നാണ്. അപ്പം 3യുടെ ആദ്യത്തെ ഫിഗർ 3 ആയിരുന്നു സൈഡിൻ്റെ എണ്ണം ഉണ്ട്. അപ്പോൾ 3 × 4 12. അടുത്ത എങ്ങനെ? 12 × 4 48 ആണ് അടുത്തതിന് വരുന്നത്. മനസ്സിലായോ? അടുത്തതിന് അപ്പോൾ അടുത്തത് 48 × 4 192, 192 × 4 768 എന്നാണ് അതിൻ്റെ നമ്പർ. ഇതിൻ്റെ അടുത്ത ഫിഗർ വരയ്ക്കാനുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ക്യാൻ യു റെക്കഗ്നൈസ് ദ പാറ്റേൺ ഓഫ് ഈച്ച് ഓഫ് ദ സീക്വൻസ് ഇൻ ടേബിൾ 3? നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഇത് കേട്ടോ. അതായത് പാറ്റേൺസിൽ ഓരോന്ന് എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം. ട്രൈ ആൻഡ് റീഡ്രോ ഈച്ച് സീക്വൻസ് ഇൻ ടേബിൾ 3 ഫോർ ദ നോട്ട്ബുക്ക്. ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് ഷേപ്പ്? അടുത്ത ഷേപ്പ് വരയ്ക്കാനാണ്. Where, why not? After each sequence, describe your own words that the rule or patterns that also I given. ഞാൻ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിൻ്റെ റൂൾസ് എല്ലാം പറഞ്ഞിരുന്നു. ഇനി ഓരോന്നിൻ്റെ ഷേപ്പ്, അതായത് നെക്സ്റ്റ് ഫിഗർ നമ്മൾ ആദ്യം കണ്ടത് 10 സൈഡ്സ് ഉള്ള അല്ലേ ഷേപ്പുകളായിരുന്നു. ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, അങ്ങനെ ഓരോന്നും പെൻറ്റഗൺ, ഹെക്സഗൺ, ഒക്ടഗൺ, അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഇത് 11 സൈഡുള്ള ഫിഗറാണിത്. ഇതിനെ ഹെൻ ഡെക്കാഗൺ എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ നമ്മൾ ചെയ്ത 36 സൈഡ്സ് അല്ലേ, അത് വന്നത് എൻ്റെ ഫിഗറാണിത്. ദെൻ ട്രയാങ്കിളിനെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾ നോക്കി വരയ്ക്കുക. എണ്ണം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഓരോന്നും നിങ്ങൾക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36. കണ്ടോ? അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് കറക്റ്റായിട്ട് വരച്ച് ചേർത്താൽ മതി. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഫിഗറിൻ്റെയാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ സത്യത്തിൽ ഇത് കുറച്ച് ഇങ്ങനെ ഈ പിക്ചർ ഇങ്ങനെ ലൈൻസിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ പോയിൻ്റ് ഇങ്ങനെ നമുക്ക് എക്സാഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഡീറ്റെയിൽഡാണെന്ന് പറഞ്ഞാലും ഫിഗർ അത്ര സ്മൂത്ത് അല്ല അല്ലേ, കുറച്ച് റഫായിട്ടുള്ള ഒരു ഫിഗർ പോലാണ് പോകുന്നത്. അപ്പം അതാണിത് അടുത്ത നെക്സ്റ്റ് പിക്ചറായിട്ട് വരുന്നത്. ദെൻ റിലേഷൻ ടു നമ്പർ സീക്വൻസസ്. ഇനി നമ്പർ സീക്വൻസസിൻ്റെ റിലേഷനാണ്. ഓഫൻ ഷേപ്പ് സീക്വൻസസ് ആർ റിലേറ്റഡ് ടു ദ നമ്പർ സീക്വൻസ് ഇൻ സർപ്രൈസ് വേ. സച്ച് എ റിലേഷൻഷിപ്പ് ആർ ഹെൽപ്ഫുൾ ഇൻ സ്റ്റഡിങ് ദ അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ദ ഷേപ്പ് സീക്വൻസ് ആൻഡ് റിലേറ്റഡ് നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, ദ നമ്പർ ഓഫ് സൈഡ്സ് ഇൻ എ ഷേപ്പ് സീക്വൻസ് റെഗുലർ പോളിഗൺ ഗിവൺ ഇൻ. നമ്മൾ പറഞ്ഞായിരുന്നു 3 4 5 6 7 8 9 എന്നാണ് നമ്മുടെ റെഗുലർ പോളിഗണിൻ്റെ നമ്പർ സീരീസ് വന്നത്. പിന്നെ റെഗുലർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? റെഗുലർ എന്ന് പറയുന്നത് അതിന് ആംഗിൾസ് അല്ലെ കോർണേഴ്സും സൈഡ്സിൻ്റെ എണ്ണവും ഈക്വൽ. ദാറ്റ് ഈസ് ദ സൈഡ് ലുക്ക് ദ സെയിം ആൻഡ് ദ കോർണേഴ്സ് ഓൾസോ ലുക്ക് ദ സെയിം. കോർണേഴ്സും സൈഡ്സും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ റെഗുലർ എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത കൗണ്ട് ദ നമ്പർ ഓഫ് സൈഡ്സ് ഇൻ ഈച്ച് ഷേപ്പ് ഇൻ ദ സീക്വൻസ് റെഗുലർ പോളിഗൺ വിച്ച് നമ്പർ സീക്വൻസ് യു ഗെറ്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കേട്ടോ. What about the number corners of each shape in the sequence of regular? Do you get the same number sequences? Can you explain why it is happen? നമുക്ക് റെഗുലർ ആയിട്ടുള്ള നമ്പർ സീക്വൻസ് തന്നെയാണ് കിട്ടുന്നത്. Then count the number of lines which shape the sequence complete graph. Which number sequence do you get? Can you explain why? അതായത്
ഈ നമ്പർ സീക്വൻസ് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സീക്വൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. 1 ലൈൻ ഉള്ളത് 3, 6, 10, 15. ആ സീക്വൻസ് ഏതാണ്? ട്രയാങ്കുലർ സീക്വൻസ് ആണ്, നമ്പർ സീക്വൻസ് ആണ്. ഹൗ മെനി ലിറ്റിൽ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് ഷേപ്പ് ഓഫ് എ സീക്വൻസ് ഓഫ് സ്റ്റാക്കഡ് സ്ക്വയേഴ്സ്? എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എണ്ണിയായിരുന്നു. വിച്ച് നമ്പർ സീക്വൻസ് ഡസ് ഇറ്റ് ഗീവ്? അതെന്തായിരുന്നു? സ്ക്വയർ നമ്പർ സീക്വൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പം നിങ്ങൾ ആ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ആൻസർ കിട്ടും കേട്ടോ. അത് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തനിയെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഹൗ മെനി ലിറ്റിൽ ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് ഷേപ്പ് ഓഫ് ദ sequence of stalked triangles? Which number sequence does give? Can you explain why? ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഇൻ ഈച്ച് ഷേപ്പ് ഇൻ ദ സീക്വൻസ് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെൻ ഈച്ച് റോ? ഓരോ റോയിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ്. നമ്മൾ നമ്പർ സീക്വൻസ് എന്നിപ്പം കണ്ടാണ് 1, 4, 9, 16, 25, 36, 49 എന്നാണ്. ഇത് സ്ക്വയർ നമ്പർ സീരീസ് ആണ്. ഇതിൽ ഓരോന്നിലും നമ്മൾ എന്താണ്, ഹെൻസ് ബൈ ആഡിങ് എ സ്റ്റാക്കഡ് ട്രയാങ്കിൾ അറ്റ് ദ ബോട്ടം ദ നെക്സ്റ്റ് നമ്പർ ഓഫ് ദ സ്ക്വയർ സീക്വൻസ് വിൽ കം. അടുത്ത നമ്പറിലെ അടുത്ത സ്ക്വയർ സീക്വൻസ് ആയിട്ടാണ് വരുന്നത്. നെയിം ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ. ടു ഗെറ്റ് ഫ്രം വൺ ഷേപ്പ് ടു നെക്സ്റ്റ് ഷേപ്പ് ഇൻ സ്നോഫ്ലേക്ക് സീക്വൻസ് 1 റീപ്ലേസ് ഈച്ച് ലൈൻ സെഗ്മെൻറ്റ് ബൈ സ്പീഡ് ബംപ്സ്. അതായത് ഇങ്ങനെ ഓരോ ലൈനും ഈ ഒരു ബമ്പ് കൂട്ടിച്ചേർക്കുവാണേ. ആസ് 1 does more times the changes become tinier and tinier അല്ലേ. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ, പക്ഷേ ഇവിടെ ഒരു ബമ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്താണ്, ഇതിൻ്റെ ലൈൻസ് ചെറുതാകുകയും ഇതിൻ്റെ ഷേപ്പും ഈ ബംസിൻ്റെ ഷേപ്പും ചെറുതായും വരികയും ചെയ്യുന്നുണ്ട്. We get the sequence 3, 12, 48, 192, 768. The first term is 3. After that, each term can be obtained by multiplying previous term by 4. ഓരോന്നും 4 വെച്ച്, ഇത് 3 into 4 എന്ന് പറയുന്നതാണ് 12. Then 12 into 4 എന്ന് പറയുന്നതാണ് 48. Then 48 into 4 എന്ന് പറയുന്നതാണ് 192. അങ്ങനെയാണ് ഓരോന്നും കണ്ടുപിടിക്കുന്നത്. ഇനി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ പാറ്റേൺസ് ആൻഡ് റൈറ്റ് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ് എന്നുള്ളതാണ്. ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേത് 1, 3, 6, 10, 15 എന്നാണ് തന്നിരിക്കുന്നത്. ബാക്കി 3 എണ്ണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതേത് രീതിയിലാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. 1, 3. അപ്പോൾ 1ൻ്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്ത്, കണ്ടോ 3. 3യുടെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്തപ്പോൾ 6 കിട്ടി. 6ൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി. 10ൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 15 കിട്ടി. നോക്കിയേ, ആ ഓരോ നമ്പറിൻ്റെ കൂടെയും 2, 3, 4, 5 എന്ന് പറയുന്ന കൗണ്ടിങ് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് അത് ഓരോന്നും ചെയ്ത് നോക്കണം. അപ്പോൾ 1 + 2 എത്ര കിട്ടി? 3. 3 + 3 6 അല്ലേ. പിന്നെന്താ 6 + 4 10. then 10 + 5 15. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത എത്ര ആയിരിക്കും നമുക്ക് നോക്കേണ്ടത്, ആഡ് ചെയ്യേണ്ടത്? 15 + 6 എത്ര കിട്ടും? 15 + 6 21. നെക്സ്റ്റ് വൺ 21 + 7 എത്ര കിട്ടും? 28. നെക്സ്റ്റ് വൺ 28 + 8 എത്ര കിട്ടി? 36. മനസ്സിലായോ? ഇതാണ് സീക്വൻസ്. അടുത്ത നോക്കി 1, 4, 9, 16, 25. ഇനി അടുത്ത നോക്കി, ഇതിനൊരു പ്രത്യേകതയുണ്ട്. 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് 1 × 1. 4 എന്ന് പറഞ്ഞാലോ 2 സ്ക്വയർ, ദാറ്റ് ഈസ് 2 × 2. ദെൻ 9 എന്ന് പറഞ്ഞാലോ 3 സ്ക്വയർ, 3 × 3. 16 എന്ന് പറഞ്ഞാലോ 4ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 4 × 4. ദെൻ ഇത് 25 എങ്ങനെയാണ്? 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇനി അടുത്ത എന്തായിരിക്കും? 6ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 6 × 6 എത്ര വരേണ്ടത്? 36. അപ്പോൾ ഇവിടെ അടുത്ത നമ്പർ ഏതാ? 36. അടുത്തതോ 7ൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് 7 × 7 എത്ര വരും? 49. അടുത്തതോ 8ൻ്റെ സ്ക്വയർ വരണം, 8 × 8
64. അപ്പോൾ അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 36, 49, ദെൻ 64 എന്ന് വരും. അടുത്ത നോക്കി 1, 8, 7, 64, 125. നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ഇത്രയും നേരം പഠിച്ച ഏതെങ്കിലും ഒരു സീക്വൻസുമായിട്ട് ഇതിന് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. തനിയെ ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കണം കേട്ടോ, എന്നാലും മാത്സ് ശരിയാവും. 1 എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയറായിട്ടും ക്യൂബായിട്ടും എന്ത് എഴുതിയാലും 1 തന്നെ അല്ലേ. 1 ക്യൂബ് എന്ന് പറഞ്ഞാലും 1, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതായത് 1നെ എത്ര പ്രാവശ്യം 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും 1 തന്നെ, ശരിയല്ലേ. അടുത്ത നോക്കിയേ 8 എന്നാണ് നിൽക്കുന്നത്. 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്, ശരിയാണോ? 2 × 2 × 2 8 കിട്ടിയോ? അടുത്ത എന്താ? 27. അപ്പോൾ അത് എത്ര ഉണ്ട്? 3യുടെ ക്യൂബാണ്, 3 × 3 × 3, ശരിയാണല്ലോ. അടുത്ത ഇനിയും 64. അപ്പോൾ എങ്ങനെ ആയിരിക്കും വന്നത്? യെസ്, 4 × 4 × 4 ആണ് 64. അടുത്തത് 5 × 5 × 5 ആണ് 125. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത നമ്പർ ഏതായിരിക്കും? 6 × 6 × 6 അതാണ് അടുത്ത സംഖ്യയായിട്ട് വരേണ്ടത്. എത്ര വരേണ്ടത്? 6 × 6 × 6, യെസ്, 216. ദെൻ 7 × 7 × 7 അടുത്ത നമ്പർ എത്ര വരും? 343. ദെൻ 8 × 8 × 8 എത്ര വരും? 512. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തന്നെ, ഈ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത കംപ്ലീറ്റ് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ്. എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യണം, അതർവൈസ് നമുക്കിത് കിട്ടാതെ പോകും. അതായത് നമ്മൾ പഠിച്ചതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. 1 + 3 + 5 + ഡാഷ് + 9 + 11 കേട്ടോ. ഇവിടെ നമുക്ക് നോക്കുന്നുണ്ടേ ഒരു ഫോളോയിങ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 + 3 + 5 പ്ലസ് ഇവിടെ കണ്ടോ ഒരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട്. ഇതെന്താണ്? ഓഡ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ 1, 3, 5 അടുത്ത ഇവിടെ എന്ത് വരണം? 7 അല്ലേ. 7 + 9 + 11 എത്രയാണ് ആൻസർ കിട്ടുന്നത്? ആഡ് ചെയ്ത് നോക്കുക, 36 ആണ് വരുന്നത്. അടുത്ത 1 + 2 + 3 + 4 കണ്ടോ, അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടിങ് ആണ്, നമ്മൾ പഠിച്ചതാണത്. അപ്പ് ആൻഡ് ഡൗൺ കൊണ്ട് 1, 2, 3, 4, ദെൻ 3, 2, 1 അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 16. ചെയ്ത് നോക്കണം എല്ലാവരും. ദെൻ 1 + 2 + 3 + ഡാഷ് + 5 + ഡാഷ് + 7 + ഡാഷ് + 11 + ഡാഷ് + നോക്കി എല്ലാം കുറേ ഇട്ടിട്ട് 121 എന്ന ആൻസർ തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. 1, 2, 3, 4, 5, 6, 7. പക്ഷേ 7 കഴിഞ്ഞിട്ട് നമുക്ക് കുറേ നമ്പേഴ്സ് മിസ്സിങ് ആയിട്ടാണ് 11 തന്നേക്കുന്നത്, ശരിയാണോ? പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ രണ്ടാമത്തേൽ 7 കഴിഞ്ഞിട്ട് പിന്നെയും ഒരു നമ്പർ ഇതിട്ടിട്ട് 1. അപ്പോൾ ദാറ്റ് മീൻസ് എന്താ? ഇതിനിടയ്ക്കൊക്കെ നമ്പറുണ്ട്. പക്ഷെ ആൻസർ എത്ര വരുന്നത്? 121 എന്ന് നമുക്ക് ആൻസർ തന്നിട്ടുമുണ്ട്. മൊത്തം കൂടെ ആഡ് ചെയ്താൽ 121 കിട്ടും എന്നുള്ളത് നമുക്ക് ആൻസറിൽ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് 121 എന്ന ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യണം. 1, 2, 3 പിന്നെന്താ അടുത്ത നമ്പർ? 4, 5, 6, 7. പക്ഷെ കുറച്ച് നമ്പർ ഇല്ല അല്ലേ. അപ്പോൾ 8 + 9 + 10 എന്നത് നിങ്ങളിവിടെ ആഡ് ചെയ്യണം. 11 ആണ് ഏറ്റവും വലിയ നമ്പർ, വീണ്ടും കുറഞ്ഞു വരുന്നു, അപ്പ് ആൻഡ് ഡൗൺ ആണ്. 10 പിന്നെ എത്ര? 9, ദെൻ 8 + 7 + 6 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 121 കിട്ടുന്നുണ്ടോ എന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ക്ലാസ് 6 മുതലുള്ള ഒരു പുതിയ ഇതാണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, ഒരു സെൻറ്റൻസ്. ആ സെൻറ്റൻസിൻ്റെ റീസണായിട്ട് വേറൊരു സെൻറ്റൻസ് തരും. എന്നിട്ട് ഇത് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, അസേർഷൻ ഇതാണ്. ദ സീക്വൻസ് 1, 3, 6, 10 ഈസ് കോൾഡ് ട്രയാങ്കുലർ നമ്പേഴ്സ്. അതായത് 1, 3, 6, 10 എന്ന് പറയുന്നത് ട്രയാങ്കുലർ നമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ദ സീക്വൻസ് 1, 4, 9, 16 ഈസ് കോൾഡ് സ്ക്വയർ. അതായത് 1, 4, 9, 16 എന്നിവ സ്ക്വയർ ആയതുകൊണ്ടാണ് ഏത് 1, 3, 6, 10 എന്നുള്ള ട്രയാങ്കുലർ നമ്പറാണ്.
ആകുന്നത് ആണോ? സത്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് എ ശരിയാ. സ്റ്റേറ്റ്മെൻറ്റ് എ ശരിയാ. ഏതാ? 1, 3, 6, 10 എന്ന് പറയുന്ന ട്രയാങ്കുലർ നമ്പേഴ്സാണ്. അടുത്ത് അതിൻ്റെ റീസണായിട്ട് പറഞ്ഞ സെൻറ്റൻസോ ദ സീക്വൻസ് 1, 4, 9, 16 ഈസ് കോൾഡ് സ്ക്വയർ. 1, 4, 9, 16 സ്ക്വയർ നമ്പറാണ്. ശരിയാണോ? ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരി. അതായത് 1, 3, 6, 10 എന്ന് പറയുന്ന ട്രയാങ്കുലർ നമ്പറുമാണ്, 1, 4, 9, 16 എന്ന് പറയുന്ന സ്ക്വയറുമാണ്. പക്ഷേ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ അല്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ശരിയാണോ? അതായത് ഇപ്പം ട്രയാങ്കുലർ 1, 3, 6, 9 ട്രയാങ്കുലർ നമ്പേഴ്സ് ആയത് 1, 4, 9, 16 സ്ക്വയർ നമ്പേഴ്സ് ആയിട്ടാണോ? അല്ല. അത് അതിൻ്റെ റീസണേ അല്ല. ഒരു നമ്പർ ഇപ്പോൾ കൗണ്ടിങ് നമ്പർ 1, 2, 3, 4, 5 എന്ന് പറയുന്ന കൗണ്ടിങ് നമ്പർ, അത് കൗണ്ടിങ് നമ്പർ ആയതുകൊണ്ട് 1, 3, 5, 7 ഓഡ് നമ്പർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയല്ല. ഇതെല്ലാം ഓരോരോ നമ്പേഴ്സായിട്ടാണ്. അപ്പോൾ സത്യത്തിൽ രണ്ട് സെൻറ്റൻസും ശരിയാണ്. അസേർഷനും റീസണും ശരിയാണ്. പക്ഷേ അസേർഷൻ്റെ റീസൺ അല്ല തന്നേക്കുന്നത് അല്ലേ? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് എ എന്ന് പറയുന്ന അസേർഷനും റീസണും ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഈ തന്നിരിക്കുന്ന അസേർഷൻ്റെ റീസൺ അല്ല താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതുന്നത്? ഇവിടെ പല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതായത് രണ്ടും ശരിയാണ്, ആർ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഇപ്പം ഇങ്ങനെ കുറേ ഓപ്ഷൻ തന്നെ. കറക്റ്റ് ഏതാണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഓഫ് ഓർ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. മനസ്സിലായോ? ഇനി അടുത്ത സെൻറ്റൻസ് നോക്കി. ഇവിടെ കുറച്ച് ടേംസ് വന്നിട്ടാണ്. ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് 2, 3, 5, 7 ഈസ് 11. ദെൻ റീസൺ പ്രൈം നമ്പേഴ്സ് ആർ 2 ഫാക്ടേഴ്സ് വിച്ച് ഇസ് 1 and 2. നോക്കിയാൽ ഇവിടെ സീക്വൻസ് തന്നേക്കുന്നത് 2, 3, 5, 7, പിന്നെ ഒരു 11 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അതും അതിൻ്റെ 1ഉം മാത്രമേ ഫാക്ടറായിട്ട് വരാവൂ. 2 ആണ്, അതിന് 2 ഫാക്ടറേ ഉള്ളൂ. 1ഉം 2ഉം അല്ലേ? 1ൻ്റെയും 2ൻ്റെയും ടേബിളിൽ മാത്രമാണ് 2 വരുന്നത്. 3 ആണെങ്കിൽ 3ഉം 1ഉം, അതായത് 1ൻ്റെയും 3യുടെയും ടേബിളിൽ മാത്രമാണ് 3 വരുന്നത്. അതുപോലെ 5 എന്ന് പറയുന്നത് 1ൻ്റെയും 5ൻ്റെയും ടേബിളിൽ മാത്രമേ വരുന്നുള്ളൂ. 7 അതുപോലെ 1ൻ്റെയും 7ൻ്റെയും ടേബിളിൽ മാത്രമേ വരുന്നുള്ളൂ. 11ഉം അതുമാതിരി തന്നെ. സോ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? യെസ് ആണ് അല്ലേ? അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് യെസ്. എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും വായിക്കുക, അതിന് ശേഷം ആൻസർ ചെയ്യുക. അടുത്ത അസേർഷൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടഡ് ട്രയാങ്കിൾസ് ഫോളോ ട്രയാങ്കുലർ നമ്പർ സീക്വൻസ് ആൻഡ് റീസൺ ഇൻ ഈച്ച് ന്യൂ ഷേപ്പ് 1 more row of triangle ഈസ് ആഡഡ്. ഇത് ഓരോ നമ്മൾ സ്റ്റാർട്ടഡ് ട്രയാങ്കിൾസ് ഓർമ്മയുണ്ടല്ലോ? അതായത് നമ്മളിങ്ങനെ ട്രയാങ്കിൾസ് വരച്ച് പോയ ഇത് ഒരു ട്രയാങ്കിൾ, പിന്നെ 3 എണ്ണം വന്നത് ഓർമ്മയുണ്ടല്ലോ? അത് ഗ്രാഫ് നോക്കിയാൽ മതി. നമ്മുടെ ടേബിൾ 3 അതിൽ റീസൺ പറയുന്നത് ഇൻ ഈച്ച് ന്യൂ ഷേപ്പ് 1 more row of triangle ഈസ് ആഡഡ്. ഓരോ ട്രയാങ്കിൾ ഓരോ റോയും കൂടുതലാണ് ഓരോ പ്രാവശ്യം വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാഗർഡ് ട്രയാങ്കിൾസ് ഫോളോ ട്രയാങ്കുലർ നമ്പർ സീക്വൻസ്. ട്രയാങ്കുലർ നമ്പർ സീക്വൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ശരിയാണ്. എന്തുകൊണ്ടാണ് ട്രയാങ്കുലർ സീക്വൻസ് വന്നിരിക്കുന്നത്? ഓരോ പുതിയ ഷേപ്പിന് ഓരോ റോയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കാണോന്ന്? ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് R is not the correct explanation. A is true but R is false. A is false but R is true. അപ്പോൾ സത്യത്തിൽ അത് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ്, സെൻറ്റൻസ് ട്രൂവുമാണ്. ഇതാണ് എൻ്റെ ആൻസർ. അസേർഷൻ റീസൺ നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാവൂ കേട്ടോ. അടുത്ത ദ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 vertices is 10. That is the number of edges in a complete graph is given by n into n minus 1 by 2. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വായിക്കാത്ത ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഒരു നമ്പർ നമ്മൾ പറഞ്ഞിട്ടില്ല.
പക്ഷേ ഇത് കറക്റ്റായിട്ട് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. അതാ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ്. ഏതൊരു നമ്പറിൻ്റെയും എഡ്ജസ് കാണണമെങ്കിൽ അതിൻ്റെ സൈഡ് ഇൻറ്റു, അതായത് n എന്ന് പറയുന്നത് സൈഡാണ്, സൈഡ് ഇൻറ്റു സൈഡ് -1. ഇപ്പോൾ 5 ഇൻറ്റു 5 - 1/2. 5 - 1 എത്ര? 4. 5 ഇൻറ്റു 4/2 എത്ര വരുന്നത്? 20/2 10. ശരിയല്ലേ? അപ്പോൾ എന്താണ് ഒന്നാമത്തേത്? നമ്പർ ഓഫ് എഡ്ജസ് ഇസ് എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് 5, വെർട്ടീസസ് ഈസ് 10. ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അത് ഒന്നാമത്തെ ആൻസറാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇത് ഈ ഒരു നമ്പർ നിങ്ങൾ മനസ്സിൽ വെച്ചോണം കേട്ടോ. ഇക്വേഷൻ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. അടുത്തത് ദ സ്നോഫ്ലേക്സ് ബിക്കം സ്മൂത്തർ വിത്ത് ഈച്ച് ഐട്രേഷൻ. ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ റെപ്പറ്റീഷൻ വന്നില്ലേ, അതായത് ഇങ്ങനെ വന്നില്ലേ, ഇതിനെ നമ്മൾ പറയണേ കേട്ടോ. അപ്പോൾ ഈ റെപ്പറ്റീഷനാണ്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ആ ഫിഗറിൽ കൂടുതൽ വരുമ്പോൾ സ്മൂത്തർ ആവുന്നുണ്ട്, വളരെ സ്മൂത്തായിട്ടിരിക്കുക. റീസൺ പറഞ്ഞാൽ ഈ ഐട്രേഷൻ ആറ്റ് സ്മോളർ ആൻഡ് സ്മോളർ ട്രയാങ്കിൾസ് ടു ദ സ്നോഫ്ലേക്സ്. ഈ സ്നോഫ്ലേക്സിന് ഓരോ ബമ്പും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ പ്രാവശ്യം. ഇനി ഇതിലേതാണ് സെൻറ്റൻസ് കറക്റ്റ് എന്ന് നോക്കാം. ഒന്നാമത്തെ ദി കോച്ച് സ്നോഫ്ലേക്സ് ബിക്കം സ്മൂത്തർ. നിങ്ങൾക്ക് തോന്നിയോ അത് സ്മൂത്തറായി? സ്മൂത്തർ എന്നാൽ നല്ല മിനുസമായിട്ടാണോ ഇരിക്കുന്നത്? ഇങ്ങനെ അല്ലേ? ഓരോ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ ചെറുതായി ഇങ്ങനെ വരുമെന്നേ ഉള്ളൂ. ഇത് സ്മൂത്തായിട്ടാണോ വരുന്നത്? അല്ല. സ്മൂത്താണോ? അല്ല. അപ്പം ഈ ഒന്നാമത്തെ സെൻറ്റൻസ് ശരിയാണോ? തെറ്റാണ്. ഈ സെൻറ്റൻസ് തെറ്റല്ലേ? ഈച്ച് ഇറ്ററേഷൻ ആർ സ്മോളർ ആൻഡ് സ്മോളർ ട്രയാങ്കിൾ ടു ദ സ്നോഫ്ലേക്സ്. ഈ സ്നോഫ്ലേക്സിന് എന്ത് ചെയ്യുന്നു? ഓരോ റെപ്പറ്റീഷൻ വരുമ്പോഴും ചെറിയ ട്രയാങ്കിൾസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് തെറ്റാണ്, രണ്ടാമത്തെ സെൻറ്റൻസ് ശരിയാണ് അല്ലേ? അപ്പോൾ എന്താ നമുക്ക് ആൻസർ വരണ്ടേ? എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. അതാണ് കറക്റ്റ്. ഡി ആണ് അതിൻ്റെ ആൻസർ കറക്റ്റ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് കറക്റ്റായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ അസർഷൻ റീസൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. എല്ലാവരും നന്നായി പഠിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.